ആർക്കൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല. ഇവിടെ അടുത്ത വീടുകളിൽ പിള്ളേരുണ്ടായി, ആളുകളൊക്കെ ഉണ്ടായി, പലരും അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഓടിയൊക്കെയുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഇതൊരു വാർത്തയിലോട്ട് ന്യൂസിൽ ഹോസ്പിറ്റലിൽ പിള്ളേരെ കൊണ്ടുപോയിട്ടുണ്ട്. അടുത്ത വീട്ടിലുള്ള പിള്ളേർക്ക് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോഴും ഈ ഫയർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കിടക്കണമെന്ന് നമ്മൾക്ക് അറിയില്ല. ഗ്യാസാണോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അത് പടക്കപ്പരിപാടി ഉണ്ടായിരുന്നു നമുക്കറിയാം. അത് അങ്ങനെ ഓടി വന്നപ്പോഴത്തേക്കും ചെറിയ കുട്ടികളുണ്ടായിരുന്നു, ഒരു 5-6 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. മറ്റേ ഗ്ലാസ് പൊട്ടിത്തെറിച്ചാണ് കേട്ടോ. അത് ഓരോ വീടുകളിൽ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് വീണാണ്. പക്ഷെ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് കൊണ്ടുപോയതിന് ശേഷം വേറൊരു ചേട്ടനെയും കൊണ്ടുപോയി. അപ്പോൾ തന്നെ പോലീസുകാർ അപ്പം തന്നെ വന്നു കേട്ടോ. അത് വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് നമ്മളൊരു ബോഡി ഇവിടെ കിടക്കണം കണ്ടത്. ആരാന്നും നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ നമുക്കത് ഫേസ് ഒന്നുമെല്ലാം അങ്ങനെ ഒരാളുണ്ടായിരുന്നുള്ളത്. ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അത് എന്തായാലും കുട്ടികളുടെ പരിക്ക് അത്ര പ്രശ്നമല്ല സാർ. അത് ഒന്നും പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ നമ്മൾ സൗണ്ട് കേട്ടാണ് എല്ലാവരും എത്തിയാണ്. ആരും ഉണ്ടായില്ല ഈ സംഭവത്തിൽ. ആ പണിക്കാർ മാത്രം ഉണ്ടായുള്ളൂ. അതിൽ അവർക്ക് ഒരാൾക്ക് മാത്രം ഒരു ഡെത്ത് മാത്രം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇതുണ്ട്. പിന്നെ ഈ വീട്ടിലെ ചേട്ടൻ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, 2 പിള്ളേർ, അപ്പുറത്തെ വീട്ടിലെ ഒരു, അങ്ങനെ 5 പേര് ഹോസ്പിറ്റലുണ്ട്. അത്രയൊക്കെ ഉള്ളു. വേറെ വലിയതായിട്ടുള്ള ഡെത്തും അങ്ങനെയുള്ള സീരിയസ് കേസൊന്നുമില്ല. പിന്നെ നമ്മൾ നാട്ടുകാർ വന്ന് കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ലൈറ്റിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരാപ്പുഴക്കാർക്ക് ചൊവ്വാഴ്ച അത്ര നല്ല ദിവസമായിരുന്നില്ല. ജീവിതത്തിൻ്റെ 4 അറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള യാത്രയിൽ അവരെ തേടി വന്നത് നാട്ടിൽ ഉഗ്രസ്ഫോടനം നടന്നുവെന്ന വാർത്തയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഇതേവരെ 57-58 വയസ്സായിട്ടുണ്ട്. ഇതേവരെ വേറെ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് ഇത്തിരി ഇതായിപ്പോയി. ഇത് നോക്കിയ ഡൈനിങ് ടേബിളിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ആദ്യം അപകടത്തിൻ്റെ വ്യാപ്തി പ്രദേശവാസികൾക്ക് പിടികിട്ടിയില്ല. പിന്നീട് പെട്ടെന്നുള്ള ശബ്ദവും നിലവിളിയും കേട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവർ കണ്ട കാഴ്ച ഇതായിരുന്നു. ഉപജീവനമാർഗമായ വാഹനങ്ങൾ ഉൾപ്പെടെ തകർന്നവർക്ക് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നറിയില്ല. പലിശക്കാരും ബാങ്കുകാരും കടക്കാരും ഫോൺ വിളിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നതിന് അവർക്ക് ഉത്തരമില്ല. വരാപ്പുഴ ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. വരാപ്പുഴയിലെ ജനങ്ങളെല്ലാം തന്നെയും ഉഗ്രസ്ഫോടനത്തിൻ്റെ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് സമീപം കാണുന്ന ഈ ടെമ്പോ ട്രാവലർ ഇന്നലത്തെ സ്ഫോടനത്തിൽ തകർന്നതാണ്, അതിൻ്റെ അവശേഷിക്കുന്നതാണ്. കാരണം ആ ടെമ്പോ ട്രാവലർ പൂർണ്ണമായും തകർന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. അതിൻ്റെ ഉടമ കൂടിയായ ശോഭിച്ചേട്ടനാണ് നമുക്ക് ഉള്ളത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഇന്നലെ? ഇല്ല, ഞാൻ വണ്ടി കഴുകി അവിടെ ഫ്രണ്ടിലായിട്ടിരുന്ന്. പിന്നെ ഞാൻ കിടക്കണമായിരുന്നു. പെട്ടെന്ന് സൗണ്ട് കേട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. കാരണം ഡോറ് തുറക്കുമ്പോഴും ഗ്ലാസ്സൊക്കെ ഇതായിക്കൊണ്ടിരിക്കുക പൊട്ടണതിൻ്റെ. പിന്നെ ലാസ്റ്റ് ഡോറ് തുറന്ന് വണ്ടി നോക്കുമ്പോൾ ഈ കണ്ടീഷനാണ്. പിന്നെ അപ്പോഴത്തേക്കും ഫയർഫോഴ്സുകാർ വന്നു. ആ വണ്ടി അവിടെ നിന്ന് മാറ്റി കൊടുക്കണം, കാരണം അപകടം നടന്ന സ്ഥലമല്ലേ. അവിടെ നിന്ന് പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി തള്ളി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്.
ബാക്കി നമുക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും ഒരു സൗണ്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഒരു തീപ്പൊരി ഒന്നും വന്നിട്ടില്ല, ഈ വോയിസാണ്. ഇത് ടാക്സിയായിട്ട് ഓടുമായിരുന്നു? ഇത് ടാക്സി. ഇന്നലെ ഓട്ടം കഴിഞ്ഞ് 28 ദിവസം കൂടി ഞാൻ വീട്ടിൽ വന്നത്. ഇന്നിപ്പോൾ എനിക്ക് 20 ദിവസം ടൂർ ഉണ്ടായിരുന്നു. ആലപ്പുഴയിൽ ഗസ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എടുത്ത് ഇനി 20 ദിവസം ടൂറ് പോകേണ്ടതാണ്. അതും ഫ്രഞ്ച് ക്ലൈൻറ്റാണ്. പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെളുപ്പിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത് സ്വന്തം വണ്ടിയാണോ? എൻ്റെ സ്വന്തം വണ്ടിയാണ്. ലോണാണോ? എങ്ങനെയാണ്? ലോണുണ്ട്. മാസം 25,000 രൂപ വെച്ച് അടച്ചോണ്ടിരിക്കുക. ഇനി അതൊക്കെ എന്താവുമെന്ന് ദൈവത്തിന് അറിയാം. പ്രദേശത്തെ കറണ്ടൊക്കെ പുനഃസ്ഥാപിച്ചോ? അല്ല, ഇപ്പം ഇവിടം വരെ ആയിട്ടുണ്ട്. അപ്പുറത്തോട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ ഇപ്പോഴത്തെ മാനസികത നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാനൊന്നും അവസ്ഥ നമുക്കും അറിയാൻ പറ്റും. കാരണം ഈ അവസ്ഥയിൽ ഇത് ചോദിക്കേണ്ട വന്നതും അതൊരു ദയനീയമാണ്. 6 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ മക്കളെ ഇതുപോലെ നോക്കിയിട്ടുണ്ടാവില്ല. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോഴുള്ള സങ്കടം ബുദ്ധിമുട്ട് തന്നെ. എൻ്റെ അന്നം മുട്ടിയില്ലേ, അതുള്ള ബുദ്ധിമുട്ടല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? ഒരു ഐഡിയയും കിട്ടണില്ല. അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണി പോയാൽ നിങ്ങളുടെ അവസ്ഥ അതൊക്കെ തന്നെയല്ലേ. വരുമാനം ഇല്ലാണ്ടായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. വേറെ ഒന്നുമില്ല. പിന്നെ അപകടം ഇപ്പം നമ്മളൊന്നും പറയല്ല. ഒരു ആക്സിഡൻറ്റ് അത്രയേ പറയാനുള്ളൂ. അതിനൊരു നമ്മൾ മോശമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഞാൻ വന്ന് താമസിക്കുന്നതാണ്. അവിടെ വർഷങ്ങളായിട്ട് പടക്കം വിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിങ്ങനെയൊക്കെ ആവുമെന്നും നമുക്ക് അറിയില്ലല്ലോ. അതിനിപ്പോൾ നമ്മൊന്നും പറയാനില്ല. അപകടമല്ലേ. അധികം ജീവനൊന്നും പോയില്ല. പിന്നെ വണ്ടി അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. വരാപ്പുഴ സ്ഫോടനത്തിൽ സഹോദരങ്ങളെ പ്രതിയാക്കി പോലീസിന്റെ FIR രജിസ്റ്റർ ചെയ്തു. പടക്കശാല നടത്തിപ്പുകാരായ ജാൻസൺ എന്നിവരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. സ്ഫോടക വസ്തു അനധികൃതമായി കൈവശം വെച്ചതും നരഹത്യ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തത്. വരാപ്പുഴ പഞ്ചായത്ത് അംഗം ലിജു പാപ്പച്ചൻ്റെ പരാതിയിലാണ് കേസ്. വരാപ്പുഴയിലെ വീടുകൾക്കും സാരമായ കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. സാരമായ കേടുകൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിദയനീയമാണ് ഇവിടുത്തെ വീടുകളുടെ കാഴ്ചയും. ഇപ്പോൾ വീട്ടമ്മ സൗമ്യ നമുക്കൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? വൈകിട്ടൊരു 5 മണിയൊക്കെ ആയി. 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിൽ സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ കിച്ചണിലായിരുന്നു. ഞാനുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ നിന്ന് സംസാരിച്ചിട്ട് നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ രീതിയിൽ സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടി കൂടുതൽ സൗണ്ട് കേട്ടപ്പോഴേക്കും ഞാൻ എടുത്ത് പുറത്തേക്ക് ഓടിക്കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഭയങ്കര ബ്ലാസ്റ്റിങ്, ഭയങ്കരമായിട്ട് പുകയൊക്കെ വന്ന് ഇവർ കിടന്ന് കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് വന്നപ്പോഴേക്കും മൊത്തം ചില്ലൊക്കെ പൊട്ടി തകർന്ന് അപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ പോയി ആ കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് ചേച്ചീനെയും പിള്ളേരെയും പുറത്തേക്ക് കൊണ്ടുവന്ന് അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുവന്നാക്കി. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം സൗണ്ടായിരുന്നു ഫുള്ളായിട്ട്. അപ്പോൾ ഈ ബാക്ക് സൈഡ് മൊത്തം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഇതായി, മീൻസ് മൊത്തം ബ്ലാസ്റ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ച് അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. പിന്നെ ഫയർഫോഴ്സൊക്കെ എന്നിട്ട് ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞിട്ടും സൗണ്ടായിരുന്നു. കുറേ പടക്കങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് കുറച്ച് ഇഷ്ടികയൊക്കെ വന്ന് അടിച്ച് ഇപ്പുറത്ത് വന്ന് കൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. വേറെ ശാരീരികമായിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല, എന്നാലും പേടിയായിപ്പോയി. ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ആ സമയത്ത് വേറെ ആരെങ്കിലും വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഈ അടുക്കളയിലൊക്കെ വലിയ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അത്രത്തോളം ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്നുള്ളത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? കാരണം ഇതൊക്കെ നന്നാക്കി എടുക്കാൻ തന്നെ നല്ലൊരു റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഹൗസ് ഓണർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ വേറെ വീട് നോക്കണം. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഇതെന്തായാലും കുറേ ടൈം എടുക്കും. മൊത്തം ഫുള്ളായിട്ട് ഈ ബാത്റൂം ഡോർസും എല്ലാം ഫുള്ളായിട്ട് പോയി. ഇനിയിപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്തായാലും. അപ്പോൾ വേറെ വീട് നോക്കാമെന്നുള്ള രീതിയിൽ നിൽക്കും. ഈ അപകട നടന്ന സമയത്ത് നിങ്ങളെ ഒഴിപ്പിച്ചില്ല. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പോയി. പേടിച്ചിട്ട് ഒച്ചയായിട്ട് എല്ലാവരും കൂടി അവിടെ മാറി നിൽക്കുമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട്. കാര്യം നമ്മളിവിടുന്ന് അത്ര 10 അടി 20 അടി ഉള്ളൂ ആ വീട്ടിലേക്ക്. അപ്പോൾ ഇങ്ങോട്ടാണ് കൂടുതലും ഇത് വന്നത്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് എല്ലാവരും മാറി നിൽക്കുമായിരുന്നു. വേറെ ഇതുണ്ടായിരുന്നില്ല. പിന്നെ അപ്പം തന്നെ ആൾക്കാരെല്ലാവരും വന്നു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. വയ്യാത്ത ആൾക്കാരൊക്കെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. പിന്നെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചും കൊണ്ട് കയറാൻ പറ്റുക. പടക്കശാല നേരത്തെ ഉള്ളതായിരുന്നു? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ വന്ന സമയം മുതൽ ഇവിടെ മരപ്പണിയുടെ ഒക്കെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. തുണി വിരിക്കാനൊക്കെ പോകുമ്പോൾ മരം മുറിക്കണ സൗണ്ടൊക്കെ കേൾക്കാം.
പടക്കശാല എന്നുള്ളത് ഞങ്ങളിപ്പോൾ ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിവിടെ വാങ്ങിക്കത്തില്ലായിരുന്നു. മിക്ക ആൾക്ക് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു, ഞങ്ങളുടെ ഓണർക്കും അറിയില്ല ഇങ്ങനെ പടക്കത്തിൻ്റെതാണെന്നുള്ളത്. ഇതിപ്പോൾ ഇവർക്ക് എന്തോ ഒരു ഓർഡർ എന്തോ അമ്പലത്തിന് ഉത്സവത്തിന് എന്തോ ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനീസ് പടക്കങ്ങളായിരുന്നു ഇവിടെ മെയിനായിട്ട് വെച്ചേച്ചത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സ്റ്റോക്ക് കൂടുതലുണ്ടായിരുന്നു. അതെന്തോ പെട്ടെന്ന് എക്സ്പ്ലോഷൻ ആയതാണ്. പ്രതികൾ അമിത ആദായം ലക്ഷ്യമിട്ട് അനധികൃതമായി പടക്കം നിർമ്മിച്ചതായി FIR-ൽ പറയുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചു, അമിത അളവിൽ സ്ഫോടക വസ്തു സൂക്ഷിച്ചു. ഒന്നാം പ്രതി ജെൻസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പടക്കശാല. ലൈസൻസ് ഇല്ലാതെയാണ് കെട്ടിടത്തിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. വീട് വാടകയ്ക്കെടുത്താണ് ജെൻസൺ എന്നയാൾ സ്ഫോടക വസ്തുക്കൾ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത്. കേസിലെ ഒന്നാം പ്രതിയും ജെൻസനാണ്. പരിക്കേറ്റ ജെൻസൺ ഇപ്പോഴും ചികിത്സയിലാണ്. പടക്കങ്ങൾക്ക് പുറമെ മറ്റ് സ്ഫോടക വസ്തുക്കൾ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്ത് പരിശോധനയും നടത്തി. സ്ഫോടനത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ ഇപ്പോഴും കഴിയുകയാണ്. സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ നിരവധി വീടുകളുടെ ജനച്ചില്ലകൾ തകർന്നടിഞ്ഞു. ഒരു 4:45 കഴിഞ്ഞപ്പോഴാണ് ഈ ഭയങ്കര ഒരു പൊട്ടിത്തെറിയാണ് വന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭൂകമ്പം പോലെയാണ് തോന്നുന്നതേ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചേ ഇനി കമ്പനിയിൽ എന്തെങ്കിലും ആയിരിക്കും, അത്രത്തോളം ആണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ പേര്, ഞങ്ങൾ പള്ളിയുടെ അടുത്താണ് ഞങ്ങളുടെ വീട്. പക്ഷേ ഈ ഇത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കമ്പനിയിലായിരിക്കും. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പടക്കം പൊട്ടുമ്പോൾ കൂട്ടപ്പൊട്ട് പോലെ ഒന്നുമില്ല. അപ്പോൾ ഇതല്ലല്ലോ, അന്ന് പടക്കം ഇവിടുത്തെ ഇതിനകത്താണെന്ന് തന്നെ വിചാരിച്ച് അത് തന്നെ ഞങ്ങൾ എല്ലാവരും ഓടി വന്ന്. അപ്പം ഈ പരിസരത്തുള്ള എല്ലാവരും വന്ന്, പോലീസ് വന്ന്, എല്ലാവരും വന്ന്. അപ്പോൾ അപകടത്തിൽപ്പെട്ടവരെല്ലാവരെയും അപ്പോൾ തന്നെ കൊണ്ടുപോയി. പിന്നെ ബോഡി എടുത്തത് പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടൊക്കെയാണ്. അത് തീയൊക്കെ ഒന്ന് കിടത്തണമല്ലോ, അതിന് ശേഷമാണ് ബോഡി കിട്ടിയത്. പിന്നെ വീട്ടിൽ അപകടത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? വീടിന് എന്തെങ്കിലും പറ്റുന്നു? എല്ലാവർക്കും വീട് അപ്പം നിങ്ങൾക്ക് കാണാം, നിങ്ങളൊന്ന് എടുക്കുക. എല്ലാവിടുത്തെ ഈ പരിസരം മുഴുവനും, പരിസരം പള്ളിയുടെ പോലും ജനലുകളൊക്കെ ചില്ലൊക്കെ താഴ്ത്തി കിടക്കണമായിരുന്നു. അവിടത്തോളം വരെയും ചെന്ന് ഞങ്ങളുടെയൊക്കെ വീട് ആ ഭാഗത്തായിട്ടാണ്. എൻ്റെ തറവാടാണിത്. ആദ്യമായിട്ടില്ല ഇങ്ങനെ ഒരു ദയനീയാവസ്ഥ. അതെ. പക്ഷേ ഇതിക്ക് മുൻപ് പണ്ട് കുറേ 10-25 വർഷത്തിന് മുമ്പ് വേറെ തെക്ക് ഭാഗത്ത് കണ്ടിട്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അന്ന് 4 പേരും മരിച്ച് അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ വീടുകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായില്ല. ഇതാണ് ഇത്രയും പ്രശ്നങ്ങളായത്. എത്രത്തോളം വീടുകളാണ്, ഒരു 10-50 കൂടുതലെങ്കിലും വീടുകൾക്ക് നഷ്ടം ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇതുമായിരുന്നൊന്നും ആർക്കും അറിഞ്ഞൂടില്ല ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടാവുമെന്ന്. മൊത്തം കംപ്ലീറ്റ് പോയി. പിന്നെ അകത്ത് മുഴുവൻ പൊടിയുണ്ട്. പിന്നെ കുറേ നാശനഷ്ടങ്ങൾ, അതായത് നമ്മുടെ ഫ്രിഡ്ജ് ഒഴികെ ബാക്കി എല്ലാം ഇത് നീങ്ങി. അതൊക്കെ ബാക്കിയുള്ള അകത്തേറി നിങ്ങൾ കണ്ടാൽ മതി. കറക്റ്റ് 5:15. 5:15 ആ മഴ പൊടിഞ്ഞ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഓടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പടക്കം സൂക്ഷിച്ചിരുന്ന കോൺക്രീറ്റ് കെട്ടിടം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. സ്ഫോടനമുണ്ടായതിൻ്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രകമ്പനമുണ്ടായത്. പക്ഷേ ഈ കേസുകൊണ്ട് മാത്രം കാര്യമില്ല. മുന്നോട്ടുള്ള യാത്രയിൽ നഷ്ടപരിഹാരം കൂടിയേ തീരൂ. തകർന്ന വീടുകൾ നന്നാക്കാൻ പണം വേണം. വണ്ടി കിടന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സേവ് ആയത്. എല്ലാം വണ്ടിയിലേക്കാണ് വന്നത്. കാരണം ഇവിടെ സിലിണ്ടർ ഇരിപ്പണം നേരെ ഇടണേണെന്ന്. നമ്മുടെ വണ്ടി സ്ഥിരം ഞങ്ങൾ ഇവിടെ ഇടുന്ന വണ്ടിയാണ്. ഞാൻ അടുക്കളയിൽ പാചകത്തിലായിരുന്നു ആ സമയത്ത്. അതും കത്തിക്കൊണ്ടിരിക്കണേണ്. അവിടുന്ന് ആ വണ്ടി ഇല്ലായിരുന്നെങ്കിലല്ലേ ആ സിലിണ്ടർ പൊട്ടിയാണ്. സിലിണ്ടർ ഇങ്ങനെ ചളുങ്ങി ഇതായിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിയില്ല, എന്തോ ഭാഗ്യത്തിനാ. ഈ വീടും ആ വീടും ഒക്കെ ഞങ്ങളിവിടെ കരിഞ്ഞിരുന്നാണ്. ഈ മറുപടി പറയാനൊന്നും ഇല്ല സത്യം പറഞ്ഞു.
വീടിന് നമുക്ക് ചില്ലുകളെല്ലാം എല്ലാ ചില്ല് ആ രണ്ട് ജില്ലെന്ന് വെച്ചാൽ അത് തുറന്നിട്ടേക്കണായിരുന്നു, അതുകൊണ്ട് അതിന് മാത്രം ഒന്നും പറ്റിയില്ല. ബാക്കി എല്ലാത്തിൻ്റെ ഫ്രെയിം സഹിതം ഇവിടെ ബാത്റൂമിൻ്റെ ഡോറുകൾ എല്ലാം മുകളിൽ നമുക്ക് നല്ല പൊട്ടി ഇങ്ങനെ ഇതായിട്ടുണ്ട്. കറണ്ട് പോയി. ഇതൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ അപ്പുറത്തല്ല ഈ ഒരു സ്ഥിതിയാണ്. എല്ലാം പോയി, ജനലുകളൊന്നുമില്ല, എല്ലാം പോയി. പിന്നെ മുകളിൽ വിണ്ട് ഇതായിപ്പോ രണ്ടായിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് അങ്ങനെ കയറിയിട്ടില്ല, പുറത്തു നിന്ന് നമ്മളും കണ്ടിട്ടുള്ളൂ. ഇപ്പം പഞ്ചായത്ത് അല്ലെങ്കിൽ റവന്യൂ വില്ലേജ് അവരെന്താ പറയുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല. വില്ലേജിൽ നിന്ന് മേഡമൊക്കെ വന്ന് നോക്കണുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ല. വണ്ടിയുടെ എങ്കിലും എനിക്കൊന്ന് ന്യൂസ് ചെയ്താൽ എനിക്ക് ആ ക്ലൈം ചെയ്യണം, എൻ്റെ അന്നമാണത്. നമ്മുടെ വരുമാനമാർഗം അത് മാത്രമാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ ഒന്നാമതറിയില്ല, കൊറോണയും പ്രളയം വന്നിട്ട് നമുക്കൊന്ന് ടൂറിസം മേഖല ഒന്ന് ഇതായി വന്നതേ ഉണ്ടായിരുന്നു. ഇപ്പൊ അതും കൂടി ആയപ്പോ വണ്ടി ഇന്നലെ എല്ലാരും കൂടി അത്രയും ആൾക്കാർ ഒരു ഫയർ എഞ്ചിൻ കയറണമെങ്കിൽ വണ്ടി മാറ്റണമായിരുന്നല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടി ഞങ്ങൾ തള്ളി മാറ്റിയതാണ്. എപ്പോഴാണ് സംഭവം നടന്നത്? 5:15 ഭയങ്കര ശബ്ദം, പെട്ടെന്ന് കതിനയുടെ പൊട്ടുന്ന ശബ്ദം വന്ന് 2 എണ്ണം പെട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വീട് ഫുള്ള് കുലുങ്ങി. എന്താ സംഭവിക്കണമെന്ന് ആദ്യം മനസ്സിലായില്ല. വീട് ഫുള്ള് കുലുങ്ങി. അത് കഴിഞ്ഞപ്പോൾ ജനലിൻ്റെ ചില്ലുകളൊക്കെ വീണ്. കൊച്ച് അവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് പഠിച്ചിരുന്ന കൊച്ച് തെറിച്ച് പോന്ന്. ആ ഡൈനിങ് ടേബിളും ചെതറി. അങ്ങനെ വന്നപ്പോഴത്തേനുമാണ് എന്തോ സംഭവിക്കണമെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഇവിടെ പടക്കത്തിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അങ്ങോട്ട് പൊട്ടാൻ തുടങ്ങി എല്ലാം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു പടക്കപ്പേരൊക്കെ കത്തുപിടിച്ചിട്ടുണ്ട് മോനെ, ഇറങ്ങി ഓടാന്ന് പറഞ്ഞു. ഞാനും കൊച്ചും കൂടി ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. നേരെ അവിടെ പുഴയുണ്ടല്ലോ, അങ്ങോട്ട് ഓടി. അങ്ങനെ കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചൊക്കെ വന്നു കൊച്ചിനാണെങ്കിൽ, ഈ ചില്ലുകൾ തെറിച്ചിട്ട് നന്നായിട്ട് പേടിച്ചു പോയി ഞങ്ങൾ. വീടിന് എന്തൊക്കെ നാശനഷ്ടം വന്നത്? വീട് മൊത്തം പോയിരിക്കണേണ്, എന്തായാലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി. അങ്ങനെ കംപ്ലീറ്റ് എല്ലാം പോയിട്ടുണ്ട്. ഇനി ഒന്നേ പിടിച്ചെല്ലാം നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. മൊത്തം വീട് മൊത്തം കുലുങ്ങി ഇതായിട്ട് ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എല്ലാ ദുരന്ത മേഖലകളിലും സന്ദർശനം നടത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം ശരിയാകുമെന്ന വാഗ്ദാനം നൽകി മടങ്ങുമ്പോൾ നിസ്സഹായതയോടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കാൻ മാത്രമേ ദുരിതത്തിൽപ്പെട്ടവർക്ക് കഴിയൂ. അതങ്ങനെയാണ്. ഞാൻ അറിഞ്ഞതിനേക്കാൾ ഗുരുതരമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രദേശം മുഴുവൻ വ്യാപകമായി ക്ഷതമേറ്റിരിക്കുകയാണ്. നിരവധി വീടുകളുടെ വാതിലുകളടക്കം തെറിച്ചു പോയിരിക്കുകയാണ്. സ്ട്രക്ചറലായിട്ടുള്ള ഡാമേജ് ഉണ്ടായിരിക്കുകയാണ് വീടുകളെല്ലാം ഇരുന്നിരിക്കുകയാണ് പല വീടുകൾ. അങ്ങനത്തെ വീടുകൾ ധാരാളമുണ്ട്. ഒരു 100ഓളം വീടുകൾക്ക് ഇതിൻ്റെ ആഘാതം ഏറ്റിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവിശ്വസനീയമായ കാര്യമാണ്. ഇത്രയും ആളുകൾക്ക് മാത്രമേ പരിക്കേറ്റുള്ളൂ എന്ന് പറയുന്നത്. ഒരാളാണ് മരിച്ചത്. എന്തായാലും ഇപ്പോൾ അടിയന്തരമായി താലൂക്ക് റവന്യൂ അതോറിറ്റിയും അതുപോലെ വരാപ്പുഴ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഡാമേജിൻ്റെ വാല്യുവേഷൻ ഓരോ വീടിൻ്റെയും കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വരാപ്പുഴയിലെ LSD എഞ്ചിനീയർ പോരാ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡെപ്യൂട്ടി കളക്ടറോട് ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ PWD ബിൽഡിങ്സ്, എറണാകുളം ബിൽഡിങ്സ് ഡിവിഷൻ്റെ 2 ബാച്ച് നാളെ തന്നെ വന്ന് എല്ലാ വീടുകളും അതിൻ്റെ കണക്കെടുക്കാൻ, ഇതിൻ്റെ ഡാമേജിൻ്റെ കണക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ ഒരു വോളണ്ടിയർ സംഘം കംപ്ലീറ്റ് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വോളണ്ടിയർ സംഘത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാരൊന്ന് സഹായിച്ച് മാത്രം കൊടുത്താൽ മതി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയോട് വിശദാംശങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങൾ 2 പേരും തമ്മിൽ വ്യവസായ മന്ത്രി രാജീവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കൂടാതെ നാളെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അടിയന്തരമായിട്ട് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള ഒരു സഹായം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കും. ആശുപത്രി കേസും ആശുപത്രിയിൽ അവരുടെ എല്ലാവരുടെയും ചികിത്സ ചെലവ് സർക്കാരിനോട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിലെല്ലാം ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവർ അതുകൂടി ആ ചികിത്സാ കാര്യങ്ങൾ കൂടി ആ കാര്യത്തിൽ ശ്രദ്ധിക്കും. എന്താ കാരണം കൊണ്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകാൻ കാരണം, എത്രമാത്രം അവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നതെല്ലാം സാധാരണഗതിയിൽ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ആ അന്വേഷണം നടക്കുന്നുണ്ട്.
മനുഷ്യരുടെ കാതടപ്പിക്കുന്ന, ആനയുൾപ്പെടെയുള്ള മിണ്ടാപ്രാണികളുടെ കാതടപ്പിക്കുന്ന വെടിക്കെട്ടുകൾ വേണമോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. വർഷത്തിൽ നിരവധി വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു, അത് വാർത്തയാകുന്നു, പിന്നീട് അത് മറക്കുന്നു. ഓരോ അപകടവും പാഠമാണ്. ചൈന ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ വെടിക്കെട്ടെന്ന പരമ്പരാഗത ചിന്താഗതികളോട് ഗുഡ് ബൈ പറഞ്ഞു. ഇലക്ട്രോണിക്, റോബോട്ടിക് ആകാശവിസ്മയങ്ങളിലേക്ക് ചൈന തിരിഞ്ഞു. ഈ തിരിച്ചറിവ് മലയാളി ഉൾക്കൊള്ളാൻ ഇനിയും എത്ര കാലമെടുക്കും? വരാപ്പുഴ അപകടത്തിൽ നിന്ന് നേരെ കേരളത്തിൻ്റെ വെടിക്കെട്ട് അപകടങ്ങൾ നടന്ന സംഭവങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ നിരവധി പേരുടെ ജീവനുകളാണ് വെടിക്കെട്ട് അപകടങ്ങളിൽ എടുത്തത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരിതത്തിനാണ് പരവൂർ പുറ്റിങ്കൽ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. പിന്നീട് ശബരിമലയിൽ വർഷങ്ങൾക്ക് മുൻപ് 1952 നടന്ന വെടിക്കെട്ട് അപകടമായിരുന്നു ദുരന്ത വ്യാപ്തിയിൽ ഇതുവരെ മുന്നിൽ. 68 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. അപകടങ്ങളുടെയും മരണത്തിൻ്റെയും കാര്യത്തിൽ പൂരങ്ങളുടെയും വേലകളുടെയും നാടായ പാലക്കാടാണ് മുന്നിൽ, തൊട്ടു പിന്നിൽ തൃശ്ശൂരും. ശബരിമല ദുരിതം കഴിഞ്ഞ് 50 ആണ്ടായിട്ടും കേരളത്തിൽ വെടിക്കെട്ട് ദുരന്തങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നാണ് സർക്കാരിൻ്റെ പക്കലുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആ കണക്കുകൾ അത്രയും പേടിപ്പെടുത്തുന്നതാണ്. 1978 തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് കുഴിയമിട്ട് ലക്ഷ്യം തെറ്റി ആൾക്കൂട്ടത്തിൽ വെച്ച് ഉണ്ടായ അപകടത്തിൽ മരണം 8. 1984 തൃശ്ശൂർ കണ്ടശാംകടവ് പള്ളിപ്പെരുന്നാളിലുണ്ടായ അപകടത്തിൽ മരണം 20. 1987 തൃശ്ശൂർ വേലൂരിൽ കുട്ടമൂലയിൽ ക്ഷേത്രത്തിൽ നടന്ന അപകടത്തിൽ മരണം 20. 1987 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് കാണാൻ റെയിൽവേ പാളത്തിൽ ഇരുന്നവർ ട്രെയിൻ ഇടിച്ചു, മരണം 27. 1988 തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് മരുന്ന് പുരയ്ക്ക് തീപിടിച്ച് സ്ത്രീ ഉൾപ്പെടെ മരിച്ചത് 10 പേർ. 1989 തൃശ്ശൂരിൽ കണ്ടശാംകടക്ക് പള്ളിയിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അപകടം നടന്നു, അന്ന് മരണം 12. 1990 കൊല്ലം പോരുവഴി മലനടയിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണം 26. 1997 തൃശ്ശൂർ ചീയാരത്ത് പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറിയുണ്ടായി, മരണം 6. 1998 പാലക്കാട് കഞ്ചിക്കോട് വെടിക്കോപ്പ് ശാലയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം നടന്നു, അന്ന് പാലക്കാട് ഞെട്ടിച്ചുകൊണ്ട് മരിച്ചത് 13 പേരാണ്. 1999 പാലക്കാട് ആളൂരിൽ ചാമുണ്ടിക്കാവ് താലപ്പൊലി ഉത്സവത്തിനിടെ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത് 8 പേരാണ്. 2006 തൃശ്ശൂർ പൂരത്തിന് തയ്യാറാക്കിയിരുന്ന വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്നിടത്തുണ്ടായ അപകടത്തിൽ മരിച്ചത് 7 പേര്. 2007 ഏപ്രിൽ കോഴിക്കോട് മിഠായിത്തെരുവിനോട് ചേർന്ന MP റോഡിലെ പടക്കക്കടയിൽ സ്ഫോടനത്തെ തുടർന്നുണ്ടായ വൻ അഗ്നിബാധ, അന്ന് മരിച്ചത് 8 പേരാണ്. 2007 ഏപ്രിൽ വളാഞ്ചേരി എടിയൂരിൽ പുല്ലംപറമ്പിൽ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണശാലയിൽ സ്ഫോടനം നടന്നു, അന്ന് മരിച്ചത് 7 പേരും. 2008 ഫെബ്രുവരി മാസം കൊച്ചിയെ ഞെട്ടിച്ചുകൊണ്ട് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിൽ മിനി വെടിക്കെട്ടിനിടെ ആൾക്കൂട്ടത്തിനിടയിൽ ഡൈന വീണ് പൊട്ടി മരിച്ചത് 3 പേരാണ്. 2009 മാർച്ചിൽ തൃത്താല പണ്ടാരക്കുണ്ട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 7 പേരും. 2009 മാർച്ചിൽ കാസർഗോഡ് ചെറുവത്തൂർ മുഹമ്മദി കുഞ്ഞാൻ സൺസ് പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചത് 3 പേര്. 2009 കാരക്കാട് അരീക്കയ്ക്ക് സമീപം പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചത് 3 പേർ. 2010 ഓഗസ്റ്റിൽ ഹരിപ്പാട് അനധികൃത പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 പേരാണ് മരിച്ചത്. 2011 ഫെബ്രുവരിയിൽ ഒറ്റപ്പാലം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മാനന്നൂർ സമീപം ത്രാങ്ങലയിൽ റെയിൽവേ പാതയിൽ നിന്നും 100 മീറ്റർ അകലെ അനധികൃത പടക്ക നിർമ്മാണശാല കത്തി മരിച്ചത് 13 പേരാണ്. 2011 ഡിസംബറിൽ അത്താണി സീമെറ്റിന് സമീപം പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ പടക്കശാല ഉടമയുൾപ്പെടെ 5 തൊഴിലാളികളാണ് മരിച്ചത്. 2013 പാലക്കാട് പന്നിയാങ്കുറിശി കുളങ്ങത്ത് കുന്നിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചത് 6 പേർ. അതെ, ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. നിമിഷ നേരത്തെ വർണ്ണവിസ്മയത്തിനായി ഈ മരണക്കളി വേണമോ എന്നത്.